ചക്ക ക്ലീൻ ചെയ്തിട്ട് പഴുത്ത ചക്ക ക്ലീൻ ചെയ്ത് കുരുവും ഞവണി ഇതിന്റെ പുറത്തുള്ള സാധനത്തിൽ നമ്മളവിടെ ഞവണി എന്ന് പറയാം, നിങ്ങളെന്താ പറയുന്നതെന്ന് അറിയില്ല. അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ആവിക്ക് വേവിച്ചതാണ് കേട്ടോ. ഇങ്ങനെ 3 അടുക്ക് പാത്രം, ഈ മോമോസൊക്കെ വേവിക്കുന്ന പാത്രങ്ങളല്ല, അങ്ങനത്തെ പാത്രത്തിൽ ഇങ്ങനെ അടുക്കടുക്ക് വെച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചതാണ്. ഇത് വെച്ചിട്ട് ഞങ്ങൾ ചക്ക അട ഉണ്ടാക്കും. പിന്നെ വരട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും. അപ്പൊ ചക്ക ഇല്ലാത്ത സമയത്ത് നമുക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചക്കയടയോ പായസമോ എന്ത് വെള്ളം ഉണ്ടാക്കാൻ പറ്റും. ഇതെന്താ ചെയ്യുക, വെള്ളം വരാൻ വെച്ചതോ, വേവിച്ചപ്പോഴുള്ള വെള്ളം അല്ലേ, ആവിക്ക്. ഇത് ആവി ഏറ്റില്ലേ, ഇത് ആവി ഏറ്റിപ്പുള്ള വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുകയാണ്. ആ വെള്ളം മൊത്തം പോയതിനു ശേഷം നമ്മൾ മിക്സിയിട്ട് അരയ്ക്കും. അരച്ചതിന് ശേഷമാണ് അതിലേക്ക് പാവ് ഒഴിച്ചിട്ടാണോ അരയ്ക്കുക, തന്നത്ത് അരയ്ക്കോ? ഇത് അരച്ചിട്ട് പാവും മാവും കൂടി ഒന്നിച്ച് വെക്കും. മാവ് തന്നെ അരിപ്പൊടിയോ? അരിപ്പൊടി ആക്കിയ പോലെ. അരിപ്പൊടി മതി, അരിപ്പൊടിയല്ലേ രസം. വെള്ളം ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ കറക്റ്റ് അളവ് പറയും. ഇപ്പം നമ്മളൊരു എത്ര അച്ചമ്മ, 2 അച്ചോ, എത്ര അച്ച വെല്ലട്ടെ? 4 അച്ച് ഇടും, കുറച്ച് വെള്ളം ഒഴിച്ചതാക്കി. നമ്മളിത് കൂട്ടുന്ന സമയത്ത് കറക്റ്റ് പറയാട്ടോ. ഇപ്പുറത്തെ മുട്ട വേവാണ്, കോഴിമുട്ട വേവിക്കുക. എനിക്കും ചിഞ്ചുലുവിനും കഴിക്കാനല്ലേ, ചിഞ്ചുലു അവയ്ക്കും എനിക്കും ഉള്ളത്. ഏലക്ക പൊടി ചേർക്കണം നമ്മളെ മാവില്. മാവ് ഞാൻ പറഞ്ഞില്ലേ, ഇത് അരയ്ക്കുമ്പോൾ അതിലേക്ക് എന്താ പറയാ, വെള്ളം ഉരുക്കിയതും അതിന്റെ കൂടെ ഏലക്കയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ചേർക്കുക. വെള്ളം ഉരുക്കിയതും ആദ്യം ഇത് അരയ്ക്കും അല്ലേ, ചക്ക അരയ്ക്കും. പിന്നെ ചക്ക അരച്ചതിന് ശേഷം അതിലേക്ക് വെള്ളം ഉരുക്കിയ ചേർക്കും. അന്താ വലുതിലും അരയ്ക്കാത്തെ? ഇത് കണ്ടോ, പഞ്ചസാര ഏലക്കയും കൂടെ പൊടിച്ച് നൈസായി പൊടിച്ചിട്ടുണ്ട്. ഇതിപ്പോ അരിമാവ് എത്ര ഏകദേശം അളവ് പറയാൻ പറ്റുമോ? അരച്ച ചക്ക മുത്തിട്ടു. ചക്ക കൂടുതൽ വേണം, ഏകദേശം 2 കപ്പ് ചക്കയ്ക്ക് 1 കപ്പ് മാവ് മതിയോ? ഒന്ന് അളവ് കാണിക്കോ? ചെറിയ കപ്പിന് 3 കപ്പ് അരിപ്പൊടി എടുത്തു, 4ാമത്തെ കപ്പ് അരിപ്പൊടി. അപ്പൊ അതിന്റെ ഇരട്ടി എന്തായാലും ചക്ക വേണം. ഇരട്ടി പോരാ അല്ലേ, ഇരട്ടി ചക്കയും പിന്നെ അതിൽ ഏലക്ക പൊടിച്ചത്. ഏലക്ക പഞ്ചസാര നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചല്ലോ. വെല്ലം നമ്മൾ ഇത്ര മധുരത്തിനനുസരിച്ചല്ലേ വെല്ലം ചേർക്കണ്ടേ. മധുരം കുറച്ച് മതിയെങ്കിൽ നിങ്ങൾക്ക് മധുരം കുറച്ച് ചേർക്കാം. ഇനി കൂടുതൽ വേണ്ടവര് കൂടുതൽ ചേർക്കുക. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ സിറപ്പ് കുറച്ച് കട്ടിക്കാക്കണം കേട്ടോ. ഈ സിറപ്പ് അത്യാവശ്യം ലൂസാണ്. ഇത്ര ലൂസ് വേണം. അല്ല മധുരം കൂടുതൽ വേണമെങ്കിൽ ഇതാണോ അതിന്റെ പരുവ? ഏതാ, ഇഡ്ഡലി മാവിന്റെ പരുവാണോ അതോ പരുവ് എങ്ങനെയാ പറയാ? ഇഡ്ഡലി മാവ് അല്ലെങ്കിൽ ചൂടായതുകൊണ്ടല്ലേ? ഇഡ്ഡലി മാവിന്റെ പരുവം പറയാനുള്ള ഇഡ്ഡലി മാവിന്റെ പരുവ കേട്ടോ. ഇത് കൈ കൊണ്ട് നല്ലോണം കുഴച്ച് അതിങ്ങനെ ഉടയ്ക്കണം എന്നാ പറയുന്നത്. അതെല്ലാം കൂടെ ഉടയ്ക്കണം എന്നല്ല, ഓൾറെഡി അരച്ച ചക്കയാണ്. പിന്നെ പൊടിച്ച അരിപ്പൊടിയും പിന്നെ വെല്ലവും ഏലക്കപ്പൊടിയാണ്. ഇതിങ്ങനെ കുഴച്ച് അതെല്ലാം കൂടെ ഒന്ന് നല്ല ഉരുട്ടി എന്താ പറയുക, കുഴച്ച് യോജിപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ പ്ലേറ്റിൽ ഒഴിക്കാം. പ്ലേറ്റ് അപ്പം എന്ന് പറയില്ലേ, പ്ലേറ്റിൽ ആവിക്ക് വെച്ചിട്ട് ചെയ്യാം. എങ്ങനെയാണ് ഇത് ആവിക്ക ചെയ്യാം? ഒന്നില്ലെങ്കിൽ നമ്മളെ കുമ്പിളപ്പം ഉണ്ടാക്കുന്ന ഇലയില്ലേ, അതാക്കിയിട്ട് കുമ്പിൾ ഊത്തിയിട്ട് അതിലാക്കാം. അപ്പൊ അത്ര കട്ടി വേണം. അപ്പൊ കുമ്പിളപ്പം ഉണ്ടാക്കുമ്പോ ഇതിൽ കുറച്ചുകൂടെ അരിപ്പൊടി ചേർക്കണം കേട്ടോ. എന്താന്ന് വെച്ചാൽ കുമ്പിളപ്പം ആക്കുമ്പോൾ നമുക്ക് അതിൽ കറക്റ്റ് ഇതാക്കാൻ വേണ്ടി. അപ്പൊ വയനയില എന്നിട്ട് ആ ഇലയ്ക്ക് പറയുക. അത് കുമ്പിൾ ഊത്തിയിട്ട് അതിലാക്കണമെങ്കിൽ കുറച്ചുകൂടെ കട്ടി കൂട്ടുക. ഇതിപ്പോ നമ്മള് പ്ലേറ്റിൽ ഒഴിക്കാനല്ലേ, ഇത് ഞങ്ങൾ പ്ലേറ്റിലാണ് ഒഴിക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമുക്ക് കുറച്ച് ലൂസായ കുഴപ്പമില്ല. പിന്നെ അടയാക്കുകയാണെങ്കിലും കുറച്ചുകൂടെ കട്ടി വേണം അല്ലമ്മ. മറ്റേ വാഴയിലയിലാക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. തേങ്ങ ഇട്ടിട്ടില്ല, തേങ്ങ ഇട്ടോ, തേങ്ങയും കൂടി ഇടണം. ഒരുപാട് കട്ടിക്ക് ഒഴിക്കുമ്പോ എങ്ങനെയാ? 2, 3, 4 തവി മതിയില്ലേ? കട്ടി കൂടൂലേ? കട്ടി കൂടുമ്മ. കുറച്ച് മാറ്റി ചൂടായിരുന്നു അരച്ചത്. ഇല വെട്ടിയിട്ട് നമ്മൾ അതിന്റെ മുകളിൽ കവർ ചെയ്യുന്നുണ്ട്. അതെന്തിനാ പറഞ്ഞ ചെയ്യുന്നത്? ഇത് ആവിന്റെ വെള്ളം ഇതാണ്ടാ ഞാൻ പറഞ്ഞില്ല, അടുക്ക് പാത്രത്തിൽ നമ്മൾ വെച്ച് ആവിന്റെ വെള്ളം വീഴാതിരിക്കാൻ എന്നാണ് അമ്മ പറയുന്നത്. നോക്കിയോ, ഇത് അടുത്ത പാത്രം വെച്ചു. അടുത്ത പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അടുത്ത ഇത് കയറ്റിച്ചു. ഒരു തെറ്റും കൂടെ അല്ലേ?
അതിലേക്ക് വെള്ളം വീഴാതിരിക്കാനെന്ന് അമ്മ പറയുന്നത് കേട്ടോ. എനിക്കറിയില്ല, ഞാനിതിൽ ഇങ്ങനെ വെച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു പാത്രം എനിക്കും വാങ്ങണമെന്നുണ്ട്. ഒരേ സമയം നമുക്ക് കുറേ സാധനങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ. പുട്ടുണ്ടാക്കാൻ എളുപ്പമാണ്. പുട്ടുംപാനിയിൽ ഇട്ട് കുത്താൻ നിൽക്കണ്ട, പുട്ടുണ്ടാക്കാൻ എളുപ്പമാണ്. ഒറ്റ ട്രിപ്പ് 3 തട്ടിലും കൂടെ വെച്ച് ഒരുപാട് പേർക്ക് പുട്ടുണ്ടാക്കില്ല. ഒറ്റ ട്രിപ്പ് ഞങ്ങൾക്ക് ഒറ്റ പാത്രത്തിൽ, ഇതിൽ ഒറ്റ പാത്രത്തിൽ അവർ പുട്ടുണ്ടാക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും എടുക്കാലോ. മറ്റേത് കുറേ പ്രാവശ്യം നമ്മൾ ഇതാക്കാൻ നിൽക്കണ്ടല്ലോ. ഇനി ഇതായിട്ട് ഞാൻ കാണിക്കാം. അടിയിൽ തേങ്ങ വേറിട്ട് മുകളില് പുട്ട് പൊടി കുഴച്ചിട്ടങ്ങ് ഇടുത്ത, എന്നിട്ട് എന്താക്കും, ആവി കയറ്റും, പുട്ടായി. എളുപ്പ പരിപാടി. അപ്പം റെഡി ആയിട്ട് അതിന് നമ്മൾ ചക്കപ്പം അടയുണ്ടാക്കാം, കുമ്പളപ്പം ഉണ്ടാക്കാം, പ്ലേറ്റിൽ വെച്ച് പ്ലേറ്റപ്പ് ആക്കുക. അതിപ്പോൾ നമ്മൾ പ്ലേറ്റപ്പ് ആക്കിയേ. സത്യം പറഞ്ഞാൽ എണീച്ച് നേരം വൈകിട്ടാണ്. കുറേ പണി ഉണ്ടായിരുന്നു. ചക്ക പുഴുക്കുണ്ടാക്കാണ്ടായിരുന്നു. കുറേ ചക്ക നന്നാക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എന്താക്കി, പ്ലേറ്റിലങ്ങോട്ട് ഒഴിച്ച് ഇതാ അമ്മ ഒരു പ്ലേറ്റിൽ ഒന്ന് വെച്ച് സെപ്പറേറ്റ് കാണിച്ചു കൊടുത്തു. അങ്ങനെ വലിയ പാത്രത്തിൽ അങ്ങനെയല്ല, ഒരു പ്ലേറ്റിൽ സെപ്പറേറ്റ് ഇതാ ഭംഗിയുള്ളൊരു പ്ലേറ്റിൽ വെച്ചിട്ട് ആവുന്ന ഒരു ഭംഗിയുള്ള പ്ലേറ്റ് ഇതാണ്. ഇതാ അടുത്ത ട്രിപ്പ് മുറിക്കുന്ന 3 പ്ലേറ്റ് നമ്മളിങ്ങനെ മുറിച്ചിട്ട് നമ്മൾ എടുത്ത് വെക്കാണ്. ഇതാ അടുക്ക് പാത്രം കാണാത്തവർ കണ്ടോളുണ്ട്.